കുറച്ചു ദിവസങ്ങളായി രാജ്യത്ത് രാഹുൽ തരംഗമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന മോദി തരംഗം ഇപ്പോൾ രാഹുൽ തരംഗമായി മാറുന്ന ഒരു കാഴ്ച. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും നരേന്ദ്രമോദിക്കും പാർട്ടിക്കും കിട്ടാത്തൊരു അംഗീകാരം രാഹുൽ ഗാന്ധിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി രാജ്യം ഭരിക്കേണ്ടുന്ന ആൾ എന്ന നിലയിൽ തന്നെയാണ്. 2 തവണ ലോകസഭയിൽ തകർന്ന് തരിപ്പണമായി പോയ കോൺഗ്രസ് പാർട്ടിയെ അസ്തിത്വം നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു നിർത്തിയതും ശക്തമായൊരു പ്രതിപക്ഷമായി തിരിച്ചു കൊണ്ടുവന്നതും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തന്നെയാണ് എന്നതിൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ. ഇത് രാജ്യത്തെ ജനങ്ങൾക്കും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രതിപക്ഷ നേതാവ് എന്നത് വെറുമൊരു പദവിയല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന പ്രഖ്യാപനത്തോടെ രാഹുൽ കടന്നു ചെന്നതോടെ രാജ്യം മോദിയെയല്ല രാഹുൽ ഗാന്ധിയെയാണ് പ്രതീക്ഷയോടെ കണ്ടത്. രാജ്യത്തെ ദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും ഏറ്റവും വലിയൊരു ആയുധം ഭരണഘടനയാണ് എന്ന പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയത്. അതിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും താൻ നിങ്ങളുടേതാണെന്നും നിങ്ങൾക്ക് മാത്രമാണ് ഞാനെന്നും പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി കൂടുതൽ ജനകീയനാകുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ലോകസഭയിൽ നടത്തിയ കന്നിപ്രസംഗത്തിൽ കസറുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ ഇരുത്തിക്കൊണ്ട് സ്പീക്കർ ഓം ബിർളയോട് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് ഒട്ടും വികാരത്തള്ളിച്ചയില്ലാതെ വളരെ പക്വമായി ചുരുങ്ങിയ വാക്കുകളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു തീർത്തു. രാജ്യം അത് കേട്ടുകൊണ്ടിരുന്നു. ഭരണകക്ഷിക്ക് ഈ രാഷ്ട്രീയ അധികാരമുണ്ടാകുമെന്നും എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദം സഭയിൽ കേൾപ്പിക്കുന്നവരാണെന്നും രാഹുൽ ഗാന്ധി സ്പീക്കറെ ഓർമ്മിപ്പിച്ചു. എത്ര ഫലപ്രദമായി സഭ നടന്നോ എന്നതല്ല, ഇന്ത്യയുടെ ശബ്ദം ഈ സഭയിൽ എത്രത്തോളം കേൾപ്പിക്കാൻ അവസരം നൽകി എന്നതാണ് ഇനിയുള്ള ചോദ്യമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. സ്പീക്കറെ സഹായിക്കാനും സഭ നടത്തുവാനുമാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തെ കേൾക്കൽ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരണം ഉണ്ടാകുക. പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഈ സഭയിൽ കേൾക്കാൻ അനുവദിക്കണമെന്നും പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തി സഭ കൊണ്ടുപോകാമെന്നത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണെന്നും അതൊരു സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ നിർണായകമായ രീതിയിൽ പ്രതിപക്ഷം ഇന്ത്യൻ ജനതയുടെ ശബ്ദം കേൾപ്പിക്കുമെന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടന പ്രതിപക്ഷം സംരക്ഷിക്കണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയതെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. തങ്ങളെ അതിനെ അനുവദിച്ച് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സ്പീക്കർ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ആണ് ഇന്നലെ ഈ രാജ്യം കേട്ടുനിന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രം കുറഞ്ഞു പോയത് ഒരു കുറവല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ജനകീയനായ രാഹുൽ ഗാന്ധി ഇനി പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു കുതിപ്പിലാണ്. അതാണ് കുറച്ചു ദിവസങ്ങളിലായി ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്.